ഇനി മലർന്നു കിടക്കുന്ന ആസനങ്ങൾ, ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. മലർന്നു കിടക്കുന്ന ആസനങ്ങൾ. മലർന്നു കിടക്കുന്ന ആസനങ്ങളില് ആദ്യത്തെ ആസനമാണ് പവനമുക്താസന. നമുക്കറിയാം, പവനം എന്ന വാക്കിന്റെ അർത്ഥം കാറ്റ് എന്നാണ്. നമ്മൾ ഇതിന് മുമ്പത്തെ സെഷനിൽ പറഞ്ഞിരുന്നു, 5 തരം പ്രധാനപ്പെട്ട വായു ഉണ്ട്. പ്രാണവായു, അപാനവായു, ഉപാനവായു, സമാനവായു, വ്യാനവായു. ഈ 5 വായുവിനെയും നിയന്ത്രിച്ച് നിൽക്കുന്നതിനെയാണ് പ്രാണായാമം എന്ന് വിളിക്കുന്നത്. ഇതിനെ ശരിയായ രീതിയിൽ എൻ്റെ പ്രപ്പോർഷൻ പ്രകാരം നിൽക്കുക എന്ന് പറയുന്നതാണ് യോഗ എന്ന് വിളിക്കുന്നത്. അതിൽ ആദ്യത്തെ ആസനമാണ് പവനം. വൺ ഓഫ് ദി ബെസ്റ്റ് ആസന. എല്ലാ ആസനയും ബെസ്റ്റാണ്, പക്ഷെ കുറച്ചും കൂടി ബെസ്റ്റാണ് ഈ ആസനം, കുറച്ച് നല്ലതാണ് ഈ ആസനം. പവനം മീൻസ് കാറ്റ്, മുക്തം മീൻസ് മോചിപ്പിക്കുക. പവനമുക്താസനം എന്ന് പറയുന്നത് നമ്മുടെ വയറിനകത്തുള്ള അൺവാണ്ടഡ് എയേഴ്സിനെ പുറത്തേക്ക് കളയുന്നതിനെയാണ് നമ്മൾ പവനമുക്താസനം എന്ന് വിളിക്കുന്നത്. ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇന്ത്യയിൽ കൊണ്ടുവന്ന് ശ്വാസം വിട്ട് മുട്ടുമടക്കി വെച്ച് ഫിംഗർ ഇന്റർലോക്ക് ഇങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ ഫിംഗർ ഇന്റർലോക്ക് ചെയ്ത് 2 തൊടകളും വയറിലേക്ക് പ്രസ് ചെയ്യുക. അതിനുശേഷം കണ്ണടച്ച് വെച്ച് ദീർഘമായി ശ്വാസമെടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് ഇരുമുട്ടുകൾക്കിടയിലേക്കും നെറ്റിയെ കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. എടുത്തുകൊണ്ടും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് വിട്ടുകൊണ്ടാണ്. ശ്വാസം എടുക്കുക, താഴ്ത്തി വെക്കുക, വിട്ടുകൊണ്ട് വീണ്ടും. എടുത്തുകൊണ്ട് താഴ്ത്തി വെച്ചു, വിട്ടുകൊണ്ട് വീണ്ടും. എടുത്തുകൊണ്ട് താഴ്ത്തി വെച്ചു. കാല് 90യിൽ കൊണ്ടുവന്ന് ശ്വാസം വിട്ടുകൊണ്ട് പതിയെ 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 താഴ്ത്തി വെച്ചു. അതിനുശേഷം 1-2 സെക്കൻഡ് ഞാനിവിടെ നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടാകും, എന്തിനാണ് കൈ ഇങ്ങനെ വെക്കുന്നതെന്ന്. പലപ്പോഴും പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് കൈ ഇങ്ങനെ പിടിക്കുന്നത്. അങ്ങനെയല്ല, ഇങ്ങനെ തന്നെ പിടിക്കണം. ഒരു കാരണമുണ്ട്. നമുക്കറിയാം, നമ്മുടെ സ്വാഭാവികമായും നമ്മുടെ വലത് കൈക്കാണ് ശക്തി വളരെ കൂടുതൽ. ഈ കൈ, വലത് കൈക്ക് ശക്തി കൂടുതലുണ്ടാകുമ്പോൾ നമ്മുടെ വലത് കൈയുടെ വലത് തൊടയാണ് കൂടുതൽ വയറിലേക്ക് പ്രസ് ആവുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കാറ്റിന് പ്രത്യേകതയുണ്ട്. ഏത് ഭാഗത്ത് സമ്മർദ്ദം കൂടുന്നു അവിടുന്ന് സമ്മർദ്ദമില്ലാത്ത ഭാഗത്തേക്ക് പോകും. അപ്പോൾ വലത് ഭാഗത്തേക്കാണ് ശക്തി കൂടുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി ഇടത് ഭാഗത്തേക്ക് പോകും. ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്യുമ്പോൾ 2 ഭാഗത്തേക്കും ഒരേ ശക്തി പോകുമ്പോൾ അധോവായുവായും അല്ലെങ്കിൽ കീഴ്വായുവായും അല്ലെങ്കിൽ ഏമ്പക്കമായും പുറത്തേക്ക് പോകണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകും, നിങ്ങളുടെ പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. മലർന്ന് കിടന്ന് ശ്വാസമെടുത്ത് 2 കാലുകളും 90യിൽ കൊണ്ടുവന്ന് ശ്വാസം വിട്ട് മുട്ടുമടക്കി വെച്ച് കാൽപാദത്തിന്റെ അടുത്തേക്ക് 2 കൈകളും ഇന്റർലോക്ക് ചെയ്തുകൊണ്ട്, ഫിംഗർ ചെയ്തുകൊണ്ട് 2 തൊടകളും ശക്തമായി വയറിലേക്ക് പ്രസ് ചെയ്ത് ഈ ആസനത്തിൽ നമ്മൾ കണ്ണടച്ച് ചെയ്യണം. കണ്ണ് ചിമ്മിയിട്ട് കണ്ണടച്ച് വെച്ചുകൊണ്ട്
ദീർഘമായി ശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് ഉയർത്തുക. എന്നിട്ട് ഇരു മുട്ടിനിടയിലും നെറ്റിയെ കൊണ്ടുവരിക. അവിടെ കുറച്ച് നേരം നിൽക്കാൻ പറ്റാത്ത നിന്നുകൊണ്ട് ശ്വാസം എടുക്കണം എന്ന് തോന്നുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് തല താഴ്ത്തി വെക്കുക. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തുക. ഇങ്ങനെ 3-4 തവണ ചെയ്യുക. 3-4 തവണ ചെയ്യുക. എന്നാൽ ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തുന്ന യോഗയും ഉണ്ട്, തെറ്റല്ല. ശ്വാസം എടുത്തുകൊണ്ടും തല ഉയർത്താറുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ പൈൽസോ പിസ്റ്റുലയോ ബഗന്ധരോ ഉള്ളവർക്ക് അത് കുറച്ച് അഗ്രവേറ്റ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇത് തുറന്നു പറയാൻ പല ആൾക്കാർക്കും മടിയാണ് ഈ അസുഖമുള്ളത്. അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശ്വാസം എടുക്കാതെ പൊങ്ങണം എന്ന് പറയുന്നത്. അടുത്ത ആസനത്തിൻ്റെ പേരാണ് സർവാംഗാസന. സർവാംഗം എന്ന വാക്ക് എല്ലാ അവയവം എന്ന അർത്ഥം. സർവ അംഗങ്ങളും ചെയ്യുന്ന ഇപ്രകാരമാണ്. മലർന്നു കിടന്ന് 2 കാലുകളും ഉയർത്തി നമ്മുടെ ഒരു വടി വെച്ച പോലെ ലംബമായിട്ട് നമ്മുടെ തൂണ് പോലെ വെക്കുക. ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജനിച്ച അന്ന് മുതൽ നമ്മുടെ ലാസ്റ്റ് ബ്രത്ത് വരെ നമ്മൾ തല മുകളിലും കാല് താഴെയാണ്. ഇത് നേരെ റിവേഴ്സ് ചെയ്യാൻ പോവുക. അതുകൊണ്ട് തന്നെ വേരിക്കോസ് വെയിൻ പോലെയുള്ള പല അസുഖങ്ങൾക്കും വളരെ നല്ല പ്രശസ്തമായ ആസനമാണ് ഈ സർവാംഗാസനം എന്ന് പറയുന്നത്. ഇത് ചെറിയ ലിമിറ്റേഷനൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതാണ്. ഇത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ശ്വാസമെടുത്ത് പൊക്കി അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ പാടില്ല. അതാണ് സംസാരിക്കാതിരുന്നത്. ഈവൻ ഉമിനീര് പോലും ഇറക്കുവാൻ പാടില്ല. കാലിൻ്റെ പെരുവിരലിലേക്ക് മാത്രം നോക്കി നിൽക്കണം. ഒന്നും കൂടി ചെയ്യാമത്. ഈ താടി നമ്മുടെ നെഞ്ചിലോട്ട് വന്ന് പ്രസ് ചെയ്യണം. ഈ സമയത്ത് കഴുത്തിൽ വലിയ മാലകളുണ്ടെങ്കിൽ, വലിയ മണിയുള്ള മാലകളുണ്ടെങ്കിൽ അഴിച്ചു വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഒന്നും കൂടി ചെയ്യാം നമുക്കത്. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തി വെക്കുക. നല്ല സുഖമുള്ളൊരാസനമാണിത്. അടുത്തതാണ് നിങ്ങളുടെ ടൈമാണ്, നിങ്ങൾ ചെയ്യുന്ന ടൈമാണ്. മലർന്ന് കിടന്ന് കാലുകള് രണ്ടും ശ്വാസമെടുത്ത് ഉയർത്തി, അതിനുശേഷം ബട്ടക്സ് ഉയർത്തി കൈകൾ കൊണ്ട് ബട്ടക്സിന്റെ താഴെ താങ്ങി നിർത്തി ഈ ചിഹ്ന ചെസ്റ്റിലോട്ട് പ്രസ് ചെയ്ത് അവിടെ നിന്ന് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. നോട്ടം ഉയർത്തിയ ആ 2 കാലിൻ്റെ പെരുവിരലിലേക്കും നോക്കിക്കൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനത്തിൻ്റെ പേരാണ് ഹലാസനം. ഹലം എന്ന വാക്കിൻ്റെ അർത്ഥം കലപ്പ എന്നാണ്.
കലപ്പയെ പോലെ നമ്മൾ കാലുകൾ നേരത്തെ നമ്മൾ ചെയ്ത സർവാംഗാസനത്തിന് കാലുകൾ കുത്തനെ വെച്ചെങ്കിൽ ആ കാലുകൾ നമ്മുടെ തലയുടെ പിന്നിലോട്ടേക്കാക്കിയിട്ട് മുട്ടിച്ചു വെക്കുക. നിങ്ങൾക്ക് മുട്ടിക്കുവാൻ സാധ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം പറ്റും അത്ര മാത്രം ചെയ്യുക. അക്കോർഡിംഗ് ടു യുവർ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങളുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനാണ് പ്രത്യേകത. നിങ്ങൾ മറ്റുള്ളവർ ചെയ്തല്ലോ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, ഒന്നും വേണ്ട, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് 41 ഡേയ്സേ ആവശ്യമുള്ളൂ. 41 ഡേയ്സ് കൊണ്ട് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഏത് ആസനം ആർക്കും ചെയ്യാൻ സാധിക്കും. ഈ വൺ ക്യാൻ ഡു വൺ തിങ്, എനിവൺ ക്യാൻ ഡു ദാറ്റ് തിങ്. ഒരാൾക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ലോകത്തെല്ലാവർക്കും ആ കാര്യം ചെയ്യാൻ സാധിക്കും. ഒരാൾക്ക് മാത്രം കഴിവ് കൂടുതലും മറ്റൊരു കഴിവ് കുറവുമില്ല. എല്ലാവർക്കും സെയിം ആണ് എല്ലാ ക്വാളിറ്റീസും. നമുക്കിനി മീൻസ് ഹലാസത്തിലേക്ക് പോകാം. നമുക്കത് ഇതേപോലെ കിടന്ന് 2 കാലുകൾ ഉയർത്തി ശ്വാസമെടുത്ത് 2 കാലുകൾ 90യിൽ കൊണ്ടുവന്ന് സർവാംഗത്തിൽ അവിടുന്ന് ശ്വാസം വിട്ടുകൊണ്ടാണ് ഞാൻ കാല് പിന്നിലോട്ട് വരുന്നത്. ഈ പോസ്റ്ററിൽ നമ്മൾ സംസാരിക്കുവാൻ ഒരു കാരണവശാലും പാടില്ല. അവിടെയോ അപ്പുറോ ഇപ്പുറോ നോക്കുവാൻ പാടില്ല. നിങ്ങൾക്ക് എത്ര പറ്റും അത്ര മാത്രം ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് പതിയെ താഴ്ത്തി വെക്കുക. ഇനി നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷനാണ്. നിങ്ങൾ ചെയ്യേണ്ടതാണ് മലർന്ന് കിടന്ന് ശ്വാസമെടുത്ത് 2 കാലുകളും 90യിൽ കൊണ്ടുവന്ന് ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ ഉയർത്തിയ കാലുകൾ ശ്വാസം വിട്ടുകൊണ്ട് തലയ്ക്ക് പിന്നിലായി കാൽപാദം ഭൂമിയിൽ സ്പർശിക്കുവാൻ ശ്രമിക്കുക. 2 കൈകളും നീട്ടിവെക്കുക. കൈകൾ അതേ ഭാഗത്തെ വെക്കുന്ന ആസനങ്ങൾ വേറെയുണ്ട്, നമ്മളത് ചെയ്യേണ്ട. അതിനുശേഷം അവിടുന്ന് ശ്വാസം എടുക്കുകയോ വിടുകയോ ചെയ്യുക. നിങ്ങൾക്ക് എത്ര പറ്റും അത്ര മാത്രം ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വന്ന് ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴ്ത്തി. നമ്മൾ നിർബന്ധമായും ഇതൊരു കോംപ്ലിമെൻ്ററി ആസനമാണത്. അടുത്ത ചെയ്യാൻ പോകും. ഇതിനെ വിളിക്കുന്നത് മത്സ്യാസനം എന്നാണ്. ഓർമ്മിക്കേണ്ട പ്രത്യേകത, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെ 2 ആസനങ്ങൾ കഴിഞ്ഞ് നമ്മുടെ കഴുത്തിൻ്റെ വെർട്ടിബ്ര 7 വെർട്ടിബ്ര ഉണ്ട് നമ്മുടെ കഴുത്ത്. സെർവിക്കൽ വെർട്ടിബ്ര 7 7 അതിൽ ഈ 7 വെർട്ടിബ്രയും ഒരുപക്ഷെ കൺജസ്റ്റ് ആയിട്ടുണ്ടാകും. അത് നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ട ഒരു ആസനമാണ് മത്സ്യാസന. ഇത് നമ്മൾ നിർബന്ധമായി ചെയ്യണം. ഈ 3 ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക. അല്ലാതെ ഒന്ന് മാത്രം ചെയ്ത് പോവരുത്. സർവാംഗാസനം മാത്രം ചെയ്യരുത്, ഹലാസനം മാത്രം ചെയ്യരുത്. അത് 2ഉം ചെയ്യുമ്പോൾ കൂടെ എന്ത് ചെയ്യണം? മത്സ്യാസനം നിർബന്ധമായി ചെയ്യണം. ചെയ്യുന്ന ഇങ്ങനെയാണ്. 2 തരത്തിലുണ്ട്. പത്മാസനം ഇരുന്ന് കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ഈ സാധാ ചെയ്യുന്നുമുണ്ട്. പത്മാസനം പഠിക്കാത്ത കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പത്മാസനം നമ്മളിപ്പം ഈ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പത്മാസനത്തിൽ ഇല്ലാത്ത ആസനം പഠിക്കാം. നമുക്ക് ചെയ്യുന്ന ഇങ്ങനെയാണ്. രണ്ട് കാൽ നീട്ടിവെച്ചു, കൈകള് ഇതേപോലെ കുത്തി ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് ഈ മൂർധാവ് മുട്ടിക്കുക. ഇവിടെ ഒരു ഗ്യാപ്പ് കാണാം. ഈ ഗ്യാപ്പ് ഉണ്ടാകും നമ്മൾ. ശേഷം തല ഉയർത്തി കാൽപാദത്തിലേക്ക് നോക്കി അവിടെ കിടക്കുക.
ഇത് നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷനാണ്. മലർന്ന് കിടന്ന് ഇരുന്നു, കാൽ നീട്ടി വെച്ചു, ഇരുമുട്ടുകളും കുത്തി മൂർധാവ് മുട്ടിച്ച് അതിനുശേഷം 2 കൈകളും തൊടയിൽ എടുത്തു വെക്കുക. തൊടയിൽ വച്ചതിന് ശേഷം ദീർഘമായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യും. നമ്മുടെ ഏറ്റവും ലാസ്റ്റ് മലർന്ന് കിടക്കുന്ന ആസനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൻ്റെ പേര് കണ്ഠരാസനം എന്നാണ്. കണ്ഠം എന്ന വാക്കിൻ്റെ അർത്ഥം കഴുത്ത് എന്നാണ്. ചെയ്യുന്നത് ഇത് തൈറോയിഡ് ഉള്ളവർക്ക്, പാരാതൈറോയിഡ് തൈറോയിഡ് ഉള്ളവർക്ക് ഏറ്റവും നല്ല ആസനമാണിത്. നമുക്കറിയാം, തൈറോയിഡ് എന്ന് വിളിക്കുന്നത് നമ്മുടെ കഴുത്തിൻ്റെ ഒരു ബട്ടർഫ്ലൈ രൂപത്തിലാണ് ഈ ഗ്രന്ഥി കിടക്കുന്നത്. ഗ്രന്ഥി പുറത്തേക്ക് വിടുന്ന ഹോർമോണിനെ വിളിക്കുന്നത് തൈറോക്സിൻ എന്നാണ്. ഈ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ ആക്റ്റീവ് ആക്കുന്ന ഒരു ആസനമാണ്. ഹൈപ്പർ തൈറോയിഡും ഹൈപ്പോ തൈറോയിഡും ഉണ്ട്. ആ ആക്റ്റീവ് ആക്കുന്ന ഒരു ആസനമാണ് ഈ കണ്ഠരാസനം എന്ന് പറയുന്നത്. നോക്കാം നമുക്കത്. ശ്വാസമെടുത്ത് ചെസ്റ്റ് ഉയർത്തി ഈ ചിന്നിലേക്ക് പ്രസ് ചെയ്യുക. ശ്വാസം വിട്ട് താഴ്ത്തി വെക്കുക. നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. അത് രണ്ട് കാൽ നീട്ടി വെച്ച് ശേഷം ഇടത് കാല് മടക്കി വലത് കാല് മടക്കി ഹീലിന്റെ ഭാഗത്തേക്ക് പിടിച്ച് ബട്ടക്സ് ഉയർത്തി ഈ ചിന്നിലേക്ക് ചെസ്റ്റിനെ ചിന്നിലേക്കാണ് പ്രസ് ചെയ്യിപ്പിക്കുന്നത്. അതായത് ചിന്നി ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്, ഇതിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ശ്വാസം വിട്ട് താഴ്ത്തി വെക്കുക. ഇത്രയാണ് നമ്മൾ മലർന്നു കിടക്കുന്ന ആസനങ്ങൾ പഠിച്ചത്. ഇനി നമ്മുടെ തിയറി ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് എന്തൊക്കെയാണ് ഓരോ ആസനങ്ങളുടെ ഗുണങ്ങൾ, ആരൊക്കെ ചെയ്യരുത്, ആർക്കൊക്കെ ചെയ്യാം എന്ന് ഉള്ളൊരു ക്ലാസ്സാണ്. അതിലേക്ക് പോകാം. നമ്മൾ സുപ്പൈൻ ആസനയുടെ ഗുണങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു 4 തരത്തിലാണ് ആസനങ്ങൾ നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നിൽക്കുക, ഇരിക്കുക, മയർന്ന് കിടക്കുക, കമിഴ്ന്ന് കിടക്കുക. ഇതിപ്പോൾ സുപ്പൈൻ എന്ന വാക്കിൻ്റെ അർത്ഥം മയർന്ന് കിടക്കുക എന്നാണ്. അപ്പോൾ ഇതിലിവിടെ നമ്മളെല്ലാ യോഗയും ആരംഭിക്കേണ്ടത് ശവാസനത്തിലാണ്. ഞാൻ പറഞ്ഞാണത്, ശവാസനത്തിലാണ് എല്ലാ യോഗയും ആരംഭിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ 2 ആസനയിൽ നമുക്ക് ശവാസനം ചെയ്യണം. ശവാസനം വളരെ പ്രാധാന്യമുള്ളൊരു ആസനം കൂടിയാണ്. അതിൽ വെക്കേണ്ടത്, ഓരോ ആസനങ്ങൾ വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ ആസനങ്ങൾ ചെയ്യുമ്പോഴും ശവാസനം ചെയ്യുമ്പോഴും ആ ശവാസനത്തിൽ എങ്ങനെയാണ് കൈകൾ കാലുകൾ വെക്കേണ്ടെന്ന് ആ ചിത്രത്തിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, സുപ്പൈൻ ആസനയിൽ നമ്മുടെ ഈ ടോപ്പിക്കിൽ ആദ്യത്തേത് പവനമുക്താസനമാണ്. പവനം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം കാറ്റ് എന്നാണ്. അപ്പോൾ നമ്മുടെ വയറിനകത്ത് 5 തരം വായു ഉണ്ട് നമുക്കറിയാം. അതിൽ പ്രാണവായു, അപാനവായു, ഉപാനവായു, സമാനവായു, വ്യാനവായു. പ്രധാനപ്പെട്ട 10 വായുണ്ട്. അതിന് 5 അത് വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് 5 വായുവാണ്. അതിൽ ഉണ്ടാകുന്ന വായു 5 തരത്തിലാണെന്ന് പറയും. നമുക്ക് വയറിനകത്തുണ്ടാകുന്ന
വായു എന്ന് വിളിക്കുന്നത് അപാന വായു, അല്ലെങ്കിൽ നമ്മുടെ വയറിനകത്ത് ഗ്യാസ് ഇൻഡൈജഷനെ ഇല്ലാതാക്കുന്ന ഒരാസനമാണിത്. അതായത് ഗ്യാസ്ട്രിക് ട്രബിൾ ഉള്ളവർക്ക് ഏറ്റവും നല്ല ആസനമാണ്, വരാതിരിക്കാൻ ആസനമാണിത്. അതിൽ ബെനിഫിറ്റ്, ഇറ്റ് ഹെൽപ്സ് ടു സ്ട്രെങ്തൻ ദി അബ്ഡോമിനൽ മസിൽ. നമ്മുടെ വയറിനകത്തിൻ്റെ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നൊരു ആസനമാണ് പവനമുക്താസന. ഇറ്റ് ക്യൂർ കോൺസ്റ്റിപ്പേഷൻ, ഇൻഡൈജഷൻ, ഡയോറിയ ആൻഡ് അസിഡിറ്റി. നമ്മുടെ ഈ ഇൻഡൈജഷനൊക്കെ കോൺസ്റ്റിപ്പേഷനൊക്കെ ഇല്ലാതാക്കുന്നൊരു ആസനമാണ് പവനമുക്താസന. It also effectively massage the intestine as well as stimulates the internal organs of the digestive system, thus releasing the trapped gas as well as improving digestion. നേരത്തെ പറഞ്ഞ ട്രാപ്ഡ് ഗ്യാസ്, അതായത് നമുക്കുണ്ടാകുന്ന ഗ്യാസ്ട്രിക് ട്രബിളുകളെയൊക്കെ ഇല്ലാതാക്കുന്ന ഒരു ആസനമാണ് പവനമുക്താസന. നെക്സ്റ്റ്, പ്രാക്ടീസിങ് ദിസ് ആസന ക്യാൻ ഹെൽപ്പ് ഇൻ സ്ട്രെച്ചിങ് ദ നെക്ക് ആൻഡ് ബാക്ക്. നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ സൈഡിലും ബാക്ക് സൈഡിലും നമ്മുടെ ശരീരത്തിൻ്റെ ബാക്ക് സൈഡിലും വളരെയധികം സ്ട്രെച്ച് കൊടുക്കുന്നൊരാസനമാണ്, നല്ല സ്ട്രെച്ച് കിട്ടുന്നൊരാസനമാണ് പവനമുക്താസന. ഇറ്റ് ഹെൽപ്സ് ടു ഹീൽ മെൻസ്ട്രൽ ഡിസോർഡേഴ്സ്, അതായത് മാസമുറ സംബന്ധമായ, അതായത് നമ്മുടെ മെൻസസ് സംബന്ധമായ രോഗങ്ങൾക്ക്, അസുഖങ്ങൾക്ക് നല്ലതാണ് ഈ പവനമുക്താസന. ദ ആസന ക്യാൻ എഫക്റ്റീവ്ലി ലൂസൻ വൺ സ്പൈനൽ വെർട്ടിബ്ര. നമ്മുടെ വെർട്ടിബ്ര, നമ്മുടെ നട്ടെല്ല് നല്ല ലൂസനിങ് കിട്ടുന്ന എക്സസൈസ് കൂടിയാണിത്. സ്റ്റിഫായി കിടക്കുന്ന നട്ടലുകളെ ഒന്ന് ലൂസൻ ചെയ്യുന്ന ഒരു ആസനം കൂടിയാണ് പവനമുക്താസന. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻ റിലീവിങ് കോൺസ്റ്റിപ്പേഷൻ, ഫ്ലാക്ച്വൻറ്റ്, ഇമ്പോർട്ടൻസി ആൻഡ് സ്റ്റെറിലിറ്റി. നമ്മുടെ ഇമ്പോർട്ടൻസിയെ ഇല്ലാതാക്കുന്നൊരാസനം കൂടിയാണ്. വായുക്ഷോഭത്തെ ഇല്ലാതാക്കുന്നൊരാസനമാണ് പവനമുക്താസന എന്ന് പറയുന്ന ആസനം. It stimulates reproductive organs and stimulates the pelvic muscles. നമ്മുടെ ജനനേന്ദ്രിയത്തിന് ഏറ്റവും കൂടുതൽ രക്തം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്തൊരു ആസനം കൂടിയാണ് പവനമുക്താസന. It helps to increase blood circulation in pelvic region as well as various internal organ. നമ്മുടെ ശരീരത്തിനകത്തുള്ള നമ്മുടെ ബോഡിക്കകത്തുള്ള ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസുകൾക്ക് നന്നായി രക്തം സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരം മേഖലകൾ നമുക്കുണ്ടാകുന്ന രോഗത്തെ തടയുവാൻ നല്ലതാണ് പവനമുക്താസന. ഇറ്റ് സ്ട്രെങ്തൻ ബാക്ക് മസിൽസ് ആസ് വെൽ ആസ് ടോൺസ് മസിൽസ് ഓഫ് ലെഗ്സ് ആൻഡ് ആംസ്. നമ്മുടെ കാലുകളുടെയും കൈകളുടെയും മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്ന ആസനമാണിത്. ഇറ്റ് ഈസ് ടെൻഷൻ ഫെൽറ്റ് അറൗണ്ട് ദി ലോവർ ബാക്ക് ഏരിയ. നമ്മുടെ ഈ ബാക്ക് സൈഡ് ഉണ്ടാകുന്ന ഈ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ്, അതിനെ ലൂസ് ചെയ്യുന്നുണ്ട് അതിനെ. ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് അറൗണ്ട് ഹിപ്പ് ഏരിയ. നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ആ ഭാഗങ്ങളിൽ ബ്ലഡ് സർക്കുലേഷൻ സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവയ്ക്ക് നല്ലതാണ്. ദ ആസന ക്യാൻ ബേൺ ദ ഫാറ്റ് ഇൻ ദ ബട്ടക്സ്, തൈസ് ആൻഡ് അബ്ഡോമിനൽ ഏരിയ. നമുക്കറിയാം, നമുക്കുണ്ടാകുന്ന ഫാറ്റ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ 2400-2500 കലോറി ഊർജ്ജം കഴിച്ചോ നമ്മുടെ ബോഡി അത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളുമായിട്ട് അതിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ ഈ ഹിപ്പിൻ്റെ ഭാഗത്താണ്. ഈ ഭാഗത്തുണ്ടാകുന്ന ഫാറ്റുകളെ ഒഴിവാക്കുവാനും, തുടയിലുണ്ടാകുന്ന ഫാറ്റുകളെ ഒഴിവാക്കുവാനും, ബട്ടക്സിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഫാറ്റുകളെ ഒഴിവാക്കുവാനും നല്ലൊരാസനമാണ് പവനമുക്താസന. ഇനി ഇത് ആരൊക്കെ ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കുവാനുണ്ട്, നമ്മൾ അതിലേക്കാണ് പോകുന്നത്. It should not be practiced by people who have recently undergoing an abdominal surgery, since this asana can exert substantial pressure on the abdomen. നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് സർജറി അടുത്തായി കഴിഞ്ഞാൽ, ഒരു 5-6 മാസത്തിനുള്ളിൽ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കുക. കാരണം അതിലേക്ക് വളരെ ഫോഴ്സ് ചെയ്തൊരു ആസനം കൂടിയാണ്. വയറിൻ്റെ ഭാഗത്തേക്ക് നന്നായിട്ട് ഒരു മസാജ് കിട്ടുന്ന, സ്ട്രെങ്തൻ കിട്ടുന്ന ആസനം കൂടിയാണ്. അതുകൊണ്ട് റീസെൻ്റായി സർജറി കഴിഞ്ഞവർ ഇത് ചെയ്യാതിരിക്കുക. പീപ്പിൾ സഫറിങ് ഫ്രം പൈൽസ് ഓർ ഹെർണിയ ഷുഡ് ഓൾസോ അവോയ്ഡ് ദിസ് ആസന ബൈ ഓൾ മീൻ. ഹെർണിയയോ പൈൽസോ ഉള്ളവർ, കാരണം നമ്മൾ ചെയ്തത് ശ്വാസം എടുക്കാതെ, ശ്വാസം വിട്ടുകൊണ്ടാണ് നമ്മൾ തല പൊക്കിയിരുന്നത്. നേരത്തെ നമ്മൾ തല പൊക്കി യോഗ ചെയ്തത്, പ്രാക്ടിക്കൽ ചെയ്ത് ശ്വാസം വിട്ടുകൊണ്ട്, അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ, കാരണം ശ്വാസം എടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, കൂടുതൽ എക്സഷൻ കിട്ടുകയും നമുക്ക് വല്ലാതെ അതിന് ഇത് മോശമാണ് ഹെർണിയക്ക്. അതുപോലെ തന്നെ ഈ പൈൽസിന്. അതുകൊണ്ട് പൈൽസ് നന്നായി അധികരിച്ച് തൽക്കാലം ചെയ്യാതിരിക്കുക. പ്രഗ്നന്റ് വുമൺ മസ്റ്റ് നെവർ പ്രാക്ടീസ് ദിസ് ആസന. തീർച്ചയായും ഗർഭിണികൾ ഒരു കാരണവശാലും ചെയ്യരുത്. നല്ലൊരാസനമാണിത്.
It should never be practiced by people who are experiencing health issue like heart problem, high BP, slip disc, hyperacidity, menstruation, testicles disorders as well as back and neck problem. ഈ പറഞ്ഞ രോഗങ്ങളുള്ളവരൊന്നും ചെയ്യരുത്. അതായത് ഹാർട്ട് സംബന്ധമായ രോഗമുള്ളവർ, BP കൂടിയവർ, ഡിസ്ക് തെറ്റിപ്പോയവർ, ഹൈപ്പറാക്ടിവിറ്റി ഉള്ളവർ, മെൻസ്ട്രുവേഷൻ ഉള്ളവർ, നമ്മുടെ വൃഷ്ണസഞ്ചികൾ പ്രശ്നമുള്ളവർ, ഇതൊന്നും നമ്മൾ കഴുത്ത് പ്രശ്നമുള്ളവർ, ഇതൊന്നും അവർ ഈ ആസന താൽക്കാലം ചെയ്യരുത്. ഇതൊക്കെ റിലീവ് ആയതിനു ശേഷം ഈ അസുഖമൊക്കെ നമ്മളിൽ നിന്ന് വിട്ട് മനുഷ്യൻ നമുക്ക് വി ക്യാൻ ഗോ ടു ദിസ് ആസന. അടുത്താണ് സർവാംഗാസന. അതിൻ്റെ പേര് തന്നെ വളരെ നമുക്ക് മനസ്സിലാകും. സർവ്വ അംഗങ്ങളെയും ശരീരത്തിൻ്റെ എല്ലാ മകത്തെയും തഴുകുന്നൊരാസനമാണ് നമുക്കിതിനെ സർവാംഗാസനം എന്ന് വിളിക്കുന്നത്. അതുമാത്രം നമ്മൾ ജനിച്ച് നമ്മൾ ലാസ്റ്റ് ബ്രത്ത് എടുക്കുന്നത് വരെ, മരണം വരെ നമ്മൾ നിൽക്കുന്നത് തലമുകളിലും നമ്മുടെ കാല് താഴെയുമായിട്ടുള്ള, ഇത് നേരെ ഇൻവേർട്ട് ആസനയാണ്, നേരെ റിവേഴ്സാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിനുണ്ട്. നല്ലൊരു ആസനമായിട്ട് കണക്കാക്കുന്നത് സർവാംഗാസനം എന്ന് പറയുന്നത് കിങ് ഓഫ് ഓൾ ആസന എന്നാണ് വിളിക്കുന്നത്. ഇതൊരു കിങ് ആസനയാണ് ശരിക്കും ഇതിനെ. ശീർഷാസനം അങ്ങനെ പറയാറുണ്ട്. ഇതും ഒരു കിങ് ഓഫ് ഓൾ ആസനാസ് ആണ്. എന്താണെന്നറിയോ ഗുണങ്ങൾ? ഫസ്റ്റ്, ബ്ലഡ് സർക്കുലേഷൻ. നമ്മൾ ഇത്രയും വർഷം ജീവിക്കുന്നത് തല മുകളിലും കാല് താഴെയായിട്ടാണെങ്കിൽ ഇത് നേർ റിവേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ ചെയ്യുന്ന ഒരു ആസനമാണ് സർവാംഗാസന. ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് സ്കിന്നിന് വളരെ വളരെ നല്ല ആസനമാണ്. ഹോർമോണൽ ഇംബാലൻസ്, നമ്മുടെ ഹോർമോൺ സംബന്ധമായ ഇംബാലൻസുകൾ ഇല്ലാതാക്കുന്ന ആസനമാണ്. കോൺസ്റ്റിപ്പേഷനെ ഇല്ലാതാക്കുന്ന ആസനമാണ്. ബെറ്റർ സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കുന്ന ആസനമാണ്. വെരിക്കോസ് വെയിന് വളരെ 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 നല്ലൊരു ആസനമാണിത്. റെഡ്യൂസ് റിങ്കിൾസ്, നമുക്കിൻ്റെ ചുളികളൊക്കെ ഇല്ലാതാക്കുന്ന ഒരു ആസനമാണ്. ഈ ഉറക്കില്ലാത്ത ഇതിനെ നല്ല ആസനമാണ്. ഹാർട്ടിന് നല്ലതാണ്. സൂത്ത് ആൻഡ് ഹെഡേക്ക് നല്ലതാണ് ഈ ആസന. നല്ല ഉറക്ക് കിട്ടുന്നൊരു ആസനം കൂടിയാണ്. സെക്ഷൽ ഡിസോർഡേഴ്സ് നല്ല ആസനമാണിത്. മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് നല്ല ആസനമാണ്. പ്യൂരിഫൈഡ് ബ്ലഡ് പ്യൂരിഫൈ നല്ല ആസനമാണ്. ബെറ്റർ ന്യൂട്രിയൻ അബ്സോർപ്ഷൻ, നമ്മുടെ ഇതിനൊക്കെ ആസ്മക്ക് നല്ല ആസനമാണ്. നമ്മുടെ മെയിൻറ്റെയിൻ വെയ്റ്റ്, നമ്മുടെ ഈ ഭാരത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ ശരീരഭാരത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആസനമാണ്. ഹൈപ്പർ ടെൻഷൻ നല്ല ആസനമാണ്. ഇനി ഇത് ആരൊക്കെ ചെയ്യാൻ പാടില്ല എന്നറിയോ? ചെയ്യാതിരിക്കുക. ഇത് ആസന ഷുഡ് നോട്ട് ബി പെർഫോംഡ് ബൈ ദോസ് ഹു ഹാവ് ഹൈ ബ്ലഡ് പ്രഷർ. നേരത്തെ നമ്മൾ പറഞ്ഞു പ്രഷറുള്ളവർക്ക് നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷേ ഹൈ BP ഉള്ളവരോ ചെയ്യരുത്. അവോയ്ഡ് ദിസ് ആസന ഡ്യൂറിങ് മെൻസ്ട്രേഷൻ. ഈ ആസന കാല് മുകളിലേക്ക് വരുന്ന ആസനങ്ങളൊന്നും താൽക്കാലമായി ഈ മെൻസ്ട്രൽ സമയത്ത് ചെയ്യാതിരിക്കുക. ഹാവിങ് എക്സ്പീരിയൻസിങ് സ്പൈനൽ പ്രോബ്ലം, സ്കിപ്പ് ദിസ് ആസന. നിങ്ങൾക്ക് സ്പൈനൽ കോഡിന് പ്രശ്നമുള്ളവരാണെങ്കിൽ തൽക്കാലം നിങ്ങളത് ചെയ്യരുത്. Don't practice in case of glaucoma, acute thyroid problem, chronic neck conditions, shoulder injuries and retina problem. കണ്ണിന് സംബന്ധമായ രോഗമുള്ളവർ തൽക്കാലം ചെയ്യുക. കാരണം നമ്മളിങ്ങനെ കാല് ഉയർത്തുമ്പോൾ കണ്ണിലേക്കാണ് രക്തം വല്ലാതെ റഷ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണ് സംബന്ധമായ രോഗമുള്ളവർ ചെയ്യരുത്. അക്യൂട്ട് തൈറോയ്ഡ് ഉള്ളവർ ചെയ്യരുത്. കഴുത്ത് വേദന ഉള്ളവർ ചെയ്യരുത്. ഷോൾഡർ ഇഞ്ചറി ഉള്ളവരും ചെയ്യരുത്. അതുകൊണ്ട് ഇവരൊക്കെ താൽക്കാലമായി ഇതിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ്. ഇംപ്രൂവ്ഡ് അടുത്ത ആസനമാണ് ഹലാസന. ഇതൊരു സെറ്റാണ്. സർവാംഗാസന, ഹലാസന, മത്സ്യാസന. ഹലം എന്ന വാക്കിൻ്റെ അർത്ഥം കലപ്പ എന്നാണ്. ഈ കലപ്പയുടെ ആകൃതിയിൽ നമ്മൾ ഈ കൊണ്ടുവരുന്ന ഷെയ്പ്പാണ് ഹലാസന. കലപ്പ ചെയ്യുന്ന പണി എന്താണ്? മണ്ണിനെ ഉഴുതുമറിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് ശരീരത്തിനകത്തുള്ള ഓർഗൻസുകളെ ഉഴുതുമറിക്കുവാൻ പാകത്തിലുള്ള ഒരു ആസനമാണ് ഹലാസനം എന്ന് വിളിക്കുന്ന ആസനം. ഇംപ്രൂവ് ഡൈജഷൻ ആൻഡ് അപ്പിറ്റൈറ്റ്, വിശപ്പുണ്ടാക്കുകയും നമുക്ക് ദഹനശക്തി ഉണ്ടാക്കുകയും ചെയ്യുന്ന ആസനമാണ് ഹലാസന. എഫക്റ്റീവ് ഇൻ വെയ്റ്റ് ലോസ്, ഭാരം കുറക്കുവാൻ നല്ലൊരാസനമാണ് ഹലാസന. ബെനിഫിഷ്യൽ ഫോർ ഡയബറ്റിക് പേഷ്യൻ്റ്, നമ്മുടെ ശവമാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കാരുടെ ശവമാണ് ഡയബറ്റിക് ഇല്ല. കാരണം പാൻക്രിയാസിലേക്കാണ് അതിൻ്റെ ഫോഴ്സ് വരുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്. നമുക്കറിയാം 2025 ആകുമ്പോഴത്തേക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻ്റ് ഉള്ള രാജ്യം നമ്മുടെ ഇന്ത്യ ആയിരിക്കും. നമ്മുടെ കൊച്ചു കേരളമായിരിക്കും. ഒരു ഡയബറ്റിക്കിൻ്റെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം.
അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻറ്റ് നല്ലൊരു ആസനമാണ് ഹലാസന. ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് സ്പൈനൽ കോഡ് സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ. നമ്മുടെ നട്ടെല്ലുകൾക്ക് ഫ്ലെക്സിബിൾ ഉണ്ടാക്കുകയും സ്ട്രെങ്തൻ ചെയ്യുന്നൊരു ആസനമാണ് ഹലാസന. ക്യൂർ ദ സിംറ്റംസ് ഓഫ് മെനോപോസ്. നമ്മുടെ മാസമുറ കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഒരു 50-52 വയസ്സ് 55 വയസ്സിലേക്ക് എത്തുമ്പോൾ അവരുടെ മാസമുറ നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അസ്വാസ്ഥ്യങ്ങളെ ഇല്ലാതാക്കുന്നൊരാസനം കൂടിയാണ് ഹലാസന. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് സ്ട്രെസ്സിനെ കുറക്കുവാൻ നല്ലതാണ് ഹലാസന. നമ്മുടെ ശാപമാണ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇത് ആരൊക്കെ ചെയ്യാൻ പാടില്ല എന്നാണ്. ഇത് ആരൊക്കെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ എങ്ങനത്തെ ആൾക്കാർ ചെയ്യരുത്? ഫസ്റ്റ് പറയാണ്, ഇറ്റ് ഷുഡ് അവോയ്ഡ് സ്ലിപ്പ് ഡിസ്ക് തെന്നിപ്പോയവർ ചെയ്യരുത്. സിവിയർ പെയിൻ ഓർ ഇഞ്ചറി ഇൻ ബാക്ക് ഓർ നെക്ക്. നമ്മുടെ കഴുത്തിനോ നട്ടെല്ല് ഭാഗത്തോ ഇഞ്ചറി ഉള്ളവരും ചെയ്യരുത്. ഹെർണിയ ഉള്ളവർ ചെയ്യരുത്. സയാറ്റിക്ക ഉള്ളവർ ചെയ്യരുത്. എൻലാർജ്ഡ് തൈറോയിഡ് ഉള്ളവർ ചെയ്യരുത്. സ്പ്ലീൻ ഓർ ലിവർ സ്പ്ലീൻ തകരാറുള്ളവർ ചെയ്യരുത്. പ്ലീഹക്ക് തകരാറുള്ളവർ ചെയ്യരുത്. ലിവറുള്ളവർ ചെയ്യരുത്. സെർവിക്കൽ പ്രോബ്ലം കഴുത്തിന് അസുഖമുള്ളവർ ചെയ്യരുത്. ഹാർട്ട് കണ്ടീഷൻ ഉള്ളവർ ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നവരും ചെയ്യരുത്. കാരണം ഈ രക്തം വരുന്നതൊക്കെ ഈ ഭാഗത്തേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മസ്റ്റ് നോട്ട് ബി പ്രാക്ടീസ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് വൈൽ മെൻസ്ട്രേഷൻ. സർവാംഗാസന പറഞ്ഞതുപോലെ തന്നെ ഇത് ഗർഭിണികൾ ചെയ്യരുത്, മെൻസ്ട്രൽ ഡേയ്സിലും ചെയ്യരുത്. ഇങ്ങനെ ഇല്ലാത്തവർ തൽക്കാലമായി ചെയ്യുക. പതുക്കെ ഒറ്റയടിക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. വളരെ പതുക്കെ എത്രത്തോളം നിങ്ങൾക്ക് പറ്റുമോ അത്രമാത്രം. ഓരോരാൾക്കും എത്ര ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ചെയ്യുക. ഇതിനൊരു മറ്റേയാൾ ഇത്ര ചെയ്തു എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റുന്നല്ലോ അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് അത്രയേ വീണ്ടും നമുക്കത്. നെക്സ്റ്റ് ആണ് മത്സ്യാസന. ഇപ്പം നമ്മൾ പഠിച്ചാണ് ഈ ആസനം നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകത, ഇതൊരു ഗ്രൂപ്പ് ആസനമാണ്. അതായത് നമ്മൾ ഈ ഗ്രൂപ്പായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സർവാംഗാസന കഴിഞ്ഞു, മത്സ്യാസന കഴിഞ്ഞു, നമുക്ക് ഉടൻ ഓഫീസിലേക്ക് പോകണം. നമ്മൾ എന്ത് ചെയ്യുന്നു? സർവാംഗാസനം ഹലാസനം കഴിഞ്ഞു, നമ്മൾ മത്സ്യാസന ചെയ്യാൻ തയ്യാറാകുന്നില്ല, പാടില്ല. ഇതൊരു ഗ്രൂപ്പ് ആസനയാണ്. അപ്പോൾ നമ്മൾ ഈ 2 ആസനങ്ങൾ കഴിഞ്ഞാൽ നിർബന്ധമായും അതിനെ ഫോളോ ചെയ്യേണ്ട ഒരു ആസനമാണ് മത്സ്യാസന. ഓർമ്മിക്കേണ്ട പ്രത്യേകത, ഇതിൻ്റെ പ്രത്യേകത എന്നറിയോ? ഇതിവിടെ പറയുന്നത് ഹൈലി ബെനിഫിഷ്യൽ ഇൻ ക്യൂറിങ് അബ്ഡോമിനൽ എയിൽമെൻറ്റ് ആൻഡ് കോൺസ്റ്റിപ്പേഷൻ. മലബന്ധം ഉണ്ടാക്കാതിരിക്കുക എന്നൊരു ആസനമാണിത്. നെക്സ്റ്റ് ആണ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് അബ്ഡോമിനൽ ഓർഗൻസ് ആർ സ്ട്രെച്ച്ഡ് ആൻഡ് എക്സസൈസ്ഡ്. നമ്മുടെ വയറിൻ്റെ ഭാഗത്തേക്ക് നല്ല സ്ട്രെച്ച് കിട്ടുന്നൊരു ആസനമാണിത്. ഹെൽപ്ഫുൾ ഇൻ റിലീവിങ് ഇൻഫ്ലമേഷൻ ആൻഡ് ബ്ലീഡിങ് ഓഫ് പൈൽസ് ഉള്ള രോഗികൾക്ക് നല്ല ആസനമാണിത്. പ്രിവെൻറ്റ് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് സച്ച് ആസ് ആസ്മ ആൻഡ് ബ്രോങ്കൈറ്റിസ്. ആസ്മ രോഗികൾക്ക് നല്ല ആസനമാണിത്. എലിവേറ്റ് ബാക്ക് പെയിൻ ബൈ ഇംപ്രൂവിംഗ് ദ ബ്ലഡ് സർക്കുലേഷൻ ഇൻ ദ സ്പൈൻ. നടുവേദന ഇല്ലാതാക്കുക നല്ല ആസനമാണിത്. ഇംപ്രൂവ്സ് ദ ഫങ്ഷൻസ് ഓഫ് ദി തൈറോയ്ഡ് ഗ്ലാൻഡ് ആൻഡ് ഡെവലപ്പ് സ്ട്രോങ് ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മൾ നല്ല ഇമ്മ്യൂണിറ്റി കിട്ടുന്ന സിസ്റ്റമാണ് നമുക്ക് ഈ അവസരത്തിൽ. കൊറോണ ഇത്രയും ലോകത്ത് പടർന്ന് പന്തലിക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഗുഡ് ആസന. കാരണം തൈറോയിഡിനെയാണ് ഫങ്ഷൻ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇമ്മ്യൂണിറ്റി പവർ കൊണ്ട് തന്നെ കൂട്ടിക്കൊണ്ടുവരുന്നതാണ് ഈ ആസന. സ്റ്റിമുലേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദി പെൽവിക് റീജിയൻ ബൈ ഇൻക്രീസിങ് ബ്ലഡ് ഫ്ലോ ഇൻ ദ ഏരിയ. നമ്മുടെ പെൽവിക് റീജിയനിൽ നമ്മുടെ ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ എന്താണ് രക്തം പോകുന്നത് കൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ആസനമാണിത്. ഇൻക്രീസ് വൈറ്റാലിറ്റി ആൻഡ് പ്രിസർവ് യൂത്ത്ഫുൾനെസ്. നമുക്ക് എപ്പോഴും യൂത്ത്ഫുള്ളായിട്ട് എപ്പോഴും ചെറുപ്പക്കാരനെ പോലെ നല്ല ശരീര പുഷ്ടിയോട് ഉണ്ടാക്കാൻ നല്ല ആസനമാണ് ഈ ആസന. ഈ ട്രഡീഷണൽ ടെക്സ്റ്റ് മത്സ്യേന്ദ്രാസന ഇസ് ദ ഡിസ്ട്രോയർ ഓഫ് ആൾ ഡിസീസസ്. മത്സ്യേന്ദ്രനാഥൻ എന്ന് പറയുന്ന ഋഷിവര്യൻ, മത്സ്യേന്ദ്രനാഥൻ എന്ന് ഋഷിവര്യൻ പറയുന്നുണ്ട്. അതിൽ പറയാണ്, മത്സ്യാസന പറയാണ് എന്താണ് അദ്ദേഹം പറയാണ്, ഡിസ്ട്രോയർ ഓഫ് ഓൾ ഡിസീസസ്. എല്ലാ രോഗത്തെയും ഇല്ലാതാക്കുന്ന ഒരു ആസനമാണ് ഈ ആസനം. Stretches the deep hip flexors, psoas and the muscles of intercostals between the ribs. ഈ റിബ്സിൻ്റെ ഭാഗത്തുള്ള മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ആസനമാണിത്. സ്ട്രെച്ച് ആൻഡ് സ്റ്റിമുലേറ്റ്സ് ദ മസിൽസ് ഓഫ് മസിൽസ് ഓഫ് ബെല്ലി ആൻഡ് ഫ്രണ്ട് ഓഫ് ദി നെക്ക്. അതായത് സ്ട്രെച്ച് ആൻഡ് സ്റ്റിമുലേറ്റ്സ് ദി മസിൽസ് ഓഫ് ബെല്ലി ആൻഡ് ഫ്രണ്ട് ഓഫ് ദി നെക്ക്. കഴുത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ബെല്ലിയുടെ വയറിൻ്റെ ഭാഗത്തുണ്ടാകുന്ന മസിലുകളെ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു ആസനമാണ് ഈ ആസന. ആൻഡ് സ്ട്രെച്ച് ആൻഡ് സ്റ്റിമുലേറ്റ് ദ ഓർഗൻസ് ഓഫ് ദ ബെല്ലി
belly and throat. Stimulate the functioning of pelvic region by increasing ഫ്ലോ ഇൻ ദിസ് ഏരിയ. നമ്മൾ നേരത്തെ പറഞ്ഞാണത്. ആ പെൽവിക്കിൻ്റെ ഭാഗത്തേക്ക് രക്തം കൂടുന്നതുകൊണ്ട് തന്നെ ഇത്തരം ഭാഗങ്ങളിൽ വളരെ നല്ല ഭാഗങ്ങൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് നല്ലതാണ്. സെക്സ് ഓർഗൻ്റെ ഭാഗത്തേക്ക് രക്തം കൂട്ടുന്ന ഒരു ആസനമാണ് ഈ ആസന. നെക്സ്റ്റ് അടുത്ത പറയാണ് ഇൻക്രീസ് വൈറ്റാലിറ്റി ആൻഡ് പ്രിസർവ് യൂത്ത്ഫുൾനെസ്. നെക്സ്റ്റ് highly beneficial in curing abdominal ailment and constipation. ഈ കോൺസ്റ്റിപ്പേഷനെ ഇല്ലാതാക്കാൻ നല്ല ആസനമാണെന്ന് പറഞ്ഞു. ഇൻറ്റസ്റ്റൈൻ ആൻഡ് അബ്ഡോമിനൽ ഓർഗൻസ് ആർ സ്ട്രെച്ച്ഡ് ആൻഡ് എക്സസൈസ്ഡ്. ഇത് നല്ല ആസനമാണെന്ന് പറഞ്ഞു. ഹെൽപ്ഫുൾ ഇൻ റിലീവിംഗ് ദ ഇൻഫ്ലമേഷൻ ആൻഡ് ബ്ലീഡിംഗ് ഓഫ് പൈൽസ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. നെക്സ്റ്റ്, ഇത് ആര് ചെയ്യാൻ പാടില്ല ചോദിക്കുന്നുണ്ട്. ഇത് ആര് ചെയ്യാൻ പാടില്ല? ഡ്യൂറിംഗ് പ്രഗ്നൻസി ദിസ് ആസന ഈസ് ടു ബി അവോയ്ഡഡ് ആസ് ഇറ്റ് മേ പ്ലേസ് എനോമറസ് സ്ട്രെയിൻ ഓൺ ദി വോം, എസ്പെഷ്യലി ഇഫ് ഡൺ ഇൻകറക്റ്റ്ലി. ഗർഭിണിയായ സമയത്ത്, അതായത് നമ്മൾ ഈ ഗർഭിണി ആയ സമയത്താണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വോമ്പിന്, നമ്മുടെ ഈ സ്ത്രീകൾക്കുണ്ട ഗർഭപാത്രത്തിന് സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ട് അതവിടെ മസാജ് കിട്ടുന്നതുകൊണ്ട് ഇത് വളരെ ഈ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾ ചെയ്യരുത്. നെക്സ്റ്റ് പറയാണ്, ഇഫ് യു സഫർ ഫ്രം സീരിയസ് ലോവർ ബാക്ക് ഓർ നെക്ക് ഇഞ്ചുറി ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ് ദിസ് യോഗ പോസ്റ്റർ. നിങ്ങൾക്ക് ബാക്ക് പെയിനോ അല്ലെങ്കിൽ നെക്ക് പെയിനോ ഉണ്ടെങ്കിൽ തൽക്കാലം നിങ്ങൾ ചെയ്യാതിരിക്കുക. നന്നായ നടുവേദനയോ നെക്ക് പെയിനോ ഉണ്ടെങ്കിൽ. ഇൻ ദ കേസ് ഓഫ് ഹെർണിയ ദിസ് ആസന മസ്റ്റ് നോട്ട് ബി പ്രാക്ടീസ്. ഹെർണിയ ഉള്ളവർ തൽക്കാലം ഇത് ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് ആണ് നൗകാസന. നൗക എന്ന വാക്കിൻ്റെ അർത്ഥം വഞ്ചി എന്നാണ്. നമുക്ക് ആ ഷേപ്പ് നമുക്കിവിടെ കാണാം. ഈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ രക്തം വരുന്നത് നമ്മുടെ പെൽവിക്കിൻ്റെ ഭാഗത്തേക്കും നമ്മുടെ സെക്സ് ഓർഗൻ്റെ ഭാഗത്തേക്കാണ് കൂടുതൽ രക്തം വരുന്നത്. അതുകൊണ്ട് ഇത്തരം ഭാഗങ്ങൾക്ക് നല്ല ആസനമാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണത്. സ്ട്രെങ്തൻസ് ബാക്ക് മസിൽസ്. ഇത് ബാക്ക് മസില്, നല്ല ബാക്ക് മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്ന ആസനമാണ്. ഹോർമോൺ ഇംബാലൻസുകൾക്ക് നല്ലതാണ്, ബാലൻസ് ആക്കുന്ന ആസനമാണ്. നമുക്ക് ക്ഷീണത്തെ ഇല്ലാതാക്കുന്ന ആസനമാണ്. റെഡ്യൂസ് ബെല്ലി ഫാറ്റ്. നമ്മുടെ വയറിന് ചുറ്റുമുള്ള ആ ബെല്ലി ടയർ പോലെ കാണുന്ന ഭാഗത്തേക്ക് ഉണ്ടാകുന്ന ഫാറ്റുകളെ ഇല്ലാതാക്കുന്ന ആസനമാണ്. ഇംപ്രൂവ് ഫങ്ഷൻസ് ഓഫ് ഡൈജഷൻ. നമുക്ക് ദഹനശക്തി ഉണ്ടാക്കുന്ന ആസനമാണ്. നമ്മുടെ പാൻക്രിയാസിൻ്റെയും ലിവറിൻ്റെയും ലങ്സിൻ്റെയും ഫങ്ഷൻ ശരിയായ രീതിയിൽ കൊണ്ടുവരുന്ന ആസനമാണ്. അബ്ഡോമിനൽ മസിലുകൾക്ക് നല്ല ആസനമാണ്. ഗുഡ് ഫോർ ഡയബറ്റിക് ആൻഡ് പേഷ്യൻ്റ് ടു മെയിൻറ്റെയിൻ ഷുഗർ ലെവൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക നല്ല ആസനമാണ്. ഇംപ്രൂവ് ദ ബ്ലഡ് സർക്കുലേഷൻ. ശരിയായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്ന നല്ല ആസനമാണ് ഈ നൗകാസന. ഇതിൻ്റെ നൗകാസന അതവിടെ അടിച്ചുപോയത് മത്സ്യാസനം എന്നാണ്. നൗകാസനയാണ് വേണ്ടത്. ഹെർണിയക്ക് നല്ലതാണ്, സ്പൈൻ ഇഞ്ചുറിക്ക് നല്ലതാണ്, ബ്ലഡ് പ്രഷറിന് നല്ലതാണ്, ആസ്മക്ക് നല്ലതാണ്, ഹാർട്ട് പേഷ്യൻറ്റിന് നല്ലതാണ്, പ്രഗ്നൻസിക്ക് നല്ലതാണ്, ഹിപ്പ് ജോയിൻറ്റിന് നല്ലതാണ്, തലവേദനക്ക് നല്ലതാണ്, ഹാർട്ടിന് നല്ലതാണ്, ഉറക്കിലേക്ക് നല്ലതാണ്, കഴുത്ത് വേദനക്ക് നല്ലതാണ്. ഇനി അടുത്ത ആസനമാണ് കണ്ഠരാസന. വാട്ട് ഈസ് കണ്ഠ? കണ്ഠ മീൻസ് കഴുത്ത്. കഴുത്തിൻ്റെ കണ്ഠരാസനത്തിൻ്റെ ഗുണങ്ങൾ നോക്കാം, എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ആദ്യം ചെയ്യുന്നത് കണ്ഠരാസനത്തിൻ്റെ ഗുണങ്ങൾ ബാക്ക് ഏക്കിനെ ഇല്ലാതാക്കുന്ന ഒരു ആസനമാണ്. നമുക്കുണ്ടാക്കുന്ന നടുവേദനയ്ക്ക് ഇല്ലാതാക്കുന്ന ഒരു ആസനമാണ്. ഇറ്റ് യൂസ്ഫുൾ ടു ക്യൂർ പെയിൻ ഓഫ് മെനി ഓഫ് ദ ബോഡി പാർട്സ് സച്ച് ആസ് ബാക്ക്, ഷോൾഡർ, നീ ആൻഡ് ത്രോട്ട്. ഇത് ഈ കഴുത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്ന വേദനകൾ, ഷോൾഡർ പെയിന്, നീ പെയിന്, ത്രോട്ട് പെയിന്, ഇതിനൊക്കെ ഇല്ലാതാക്കുന്ന ഒരു ആസനമാണ് കണ്ഠരാസനം. ഇത് തൈറോയിഡിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന ആസനം കൂടിയാണ്. ഇറ്റ് അറ്റംപ്റ്റ്സ് ടു ഇംപ്രൂവ് ഡൈജഷൻ ബൈ മസാജിങ് അബ്ഡോമിനൽ ഓർഗൻസ്. സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ അബ്ഡോമിനൽ മസിലുകളെ മസാജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഗുഡ് ഫോർ ഡൈജഷൻ. ഇറ്റ് മേക്സ് ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ സ്ട്രോങ്. സ്ത്രീകളുടെ ജനനേന്ദ്രിയത്തെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ആസനമാണ്. വുമൺ വിത്ത് ടെൻഡൻസി ടു മിസ് കാരേജ് മസ്റ്റ് പെർഫോം ദിസ് ആസന. 2-3 മാസം ജനിച്ച കുഞ്ഞുണ്ട്, ഗർഭിണിയായിട്ട് 2-3 മാസമായിട്ട് അബോർഷനായി പോകുന്നവർക്ക് ഇറ്റ്സ് ബെസ്റ്റ് ആസന.
The chances of miscarriage decline if this asana is performed before conceiving. ഗർഭിണിയാകുന്നതിന് മുമ്പേ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്താൽ അത് വളരെ വളരെ നല്ലതാണ്. മിസ്കാരേജ് നടക്കാതിരിക്കാൻ നല്ല മാർഗമാണ് ഈ കണ്ഠരാസന എന്ന് പറയുന്ന ആസനം. ഇറ്റ് ഈസ് ദ ക്യൂർ ഫോർ ദ മിസ്മാനേജ്മെൻറ്റ് ഓഫ് ദി മെൻസ്ട്രൽ ഡിസോർഡേഴ്സ്, പ്രൊലാപ്സ്, ആസ്മ ആൻഡ് ബ്രോങ്കൽ കണ്ടീഷൻ. ഗർഭവും തള്ളിപ്പോകുന്ന അവസ്ഥയാണ് പ്രൊലാപ്സ് എന്ന് വിളിക്കുക. പ്രൊലാപ്സ് ഓഫ് യൂട്രസ് പ്രൊലാപ്സ് ആയി പോവുക, അല്ലെങ്കിൽ മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ആസ്മയുള്ളവർ, കാരണം ഇത് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്, ലങ്സ് സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആസ്മയുള്ളവർക്ക് നല്ലൊരു ആസനമാണ് ഈ ആസനം. ഇത് ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. ഈസ് ബെറ്റർ പെർഫോം ആസന അതായത് ആസന ബിഫോർ ഓർ ആഫ്റ്റർ ഫോർവേഡിങ് ബെൻഡിങ് ആസന. മുന്നോട്ടേക്ക് പോകുന്ന ആസനങ്ങൾ കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് നല്ലതാണ് ഈ ആസന ചെയ്യുന്നത്. അതാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദ ലിമിറ്റ് ടു ഹോൾഡ് ദ ഫൈനൽ പൊസിഷൻ ഈസ് 15 മുതൽ 20 സെക്കൻഡ് നമ്മൾ പിടിച്ചു വെച്ചാൽ മതി. റിമെമ്പർ, ബ്രീത്ത് നോർമലി ത്രൂ ഔട്ട് ദി പെർഫോമൻസ് ഓഫ് ദി ആസന. ദ ബോഡി ലിമിറ്റ് മസ്റ്റ് നോട്ട് ബി ക്രോസ്ഡ്. ഡു നോട്ട് ഓവർ പ്രാക്ടീസ്. ഇത് കൂടുതൽ ചെയ്തേക്കരുത്. ഇത് ഐഡിയൽ പ്രാക്ടീസ് ഓഫ് 5 മുതൽ 10 പ്രാവശ്യം മാത്രമേ ഇത് ചെയ്യാനും പാടുള്ളൂ. മുട്ടുവേദന ഉള്ളവർ ചെയ്യരുത്, ഷോൾഡർ പെയിൻ ഉള്ളവർ ചെയ്യരുത്, ബാക്ക് പെയിൻ ഉള്ളവർ ചെയ്യരുത്. It is advised that women in later stage for their pregnancy should not raise their buttocks above 15 centimeters. സ്ത്രീകൾ ഗർഭിണികൾ ചെയ്യാം, പക്ഷേ ഗർഭിണിയായി അവസാന നാളുകളിൽ ഈ സമയത്ത് സ്ത്രീകൾ ബട്ടക്സ് 15 സെൻറ്റിമീറ്റർ മുകളിലേക്ക് ഉയർത്താതെ ശ്രദ്ധിക്കണം. നല്ല ഗർഭിണിക്ക് നല്ല ആസനമാണിത്. നെക്സ്റ്റ്, പീപ്പിൾ വിത്ത് പ്രോബ്ലം ഓഫ് ഡിയോഡനൽ അൾസർ ഓർ അബ്ഡോമിനൽ ഹെർണിയ മസ്റ്റ് നോട്ട് പ്രാക്ടീസ് ദിസ് ആസന. നമുക്ക് അൾസർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡിയോഡനൽ അൾസർ ഉണ്ടെങ്കിലോ അബ്ഡോമിനൽ ഹെർണിയ ഉണ്ടെങ്കിലോ വയറിനകത്ത് ഹെർണിയ ഉണ്ടെങ്കിൽ നമ്മളത് തൽക്കാലം ചെയ്യാതിരിക്കുക. ലാസ്റ്റ് നമ്മൾ വിൽ ഗോ ടു ശവാസനം. അപ്പോൾ ഇതും നമ്മൾ ശവാസനം നമ്മൾ ആഫ്റ്റർ ആൻഡ് ബിഫോർ ശവാസം ചെയ്യണം. ഇതും ഒന്നും കൂടി നിങ്ങളോട് പറയാനല്ല, ഇപ്പോഴും പറയുന്നത് തന്നെയാണിത്. ഇറ്റ്സ് ഓൺലി ഫോർ ഇൻക്രീസ് യുവർ നോളജ്. നിങ്ങൾക്ക് അറിവ് കൂട്ടുവാൻ എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണിത് നിങ്ങൾക്കിവിടെ ക്ലാസ് എടുക്കുന്നു പഠിപ്പിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് മാത്രമേ യോഗ പഠിക്കാവൂ. എന്നിട്ടും നിങ്ങൾക്കതിന് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾക്കിത് ഉപയോഗിക്കാം. നിങ്ങൾക്കിവിടെ നമ്മുടെ ഈ സുപ്പൈൻ ആസന ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്.